ഹായ് ഫ്രണ്ട്സ്, റൈസ് അബ്ദാൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. പണ്ടത്തെ എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂല്യം പറഞ്ഞു കൊടുക്കുന്ന നല്ല അധ്യാപകരുണ്ടായിരുന്നു. അത് നല്ല മാതൃകയായിരുന്നു പണ്ടത്തെ അധ്യാപകർ. ഇന്നത്തെ അധ്യാപകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പല രീതിയിലുള്ള അവർക്ക് ഫ്രീഡം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ നേരവണ്ണം നോക്കുന്നില്ല. ഇന്ന് എല്ലാം ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ട് വിദ്യാഭ്യാസത്തിന് നല്ലൊരു വാല്യൂ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് ഭയങ്കര പങ്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് ഏറ്റവും നല്ലത് സെൽഫ് എഡ്യൂക്കേഷനാണ് ഇന്നത്തെ കാലത്ത്. കാരണം ഒരുപാട് കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇൻ്റർനെറ്റ് യുഗമാണ്, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വിരൽത്തുമ്പിൽ നമുക്ക് കിട്ടും. എന്നാൽ ഭൂരിപക്ഷ ആളുകളും നശിക്കാൻ കാരണം അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുന്നില്ല. സമൂഹത്തിൻ്റെ മോശം കാര്യങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ മോശമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത് ഒരിതായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പം ഗുരുക്കന്മാർ എന്തെങ്കിലും ആരെങ്കിലും ശിക്ഷിച്ചാൽ തന്നെ അത് കേസായി, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അവർക്കെതിരെ കേസ് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ലോകം കടന്നു പോകുന്നത്. ഇന്ന് ഒരു ടെക്നോളജി ഇത്രയും വളർന്നുകൊണ്ട് തന്നെ മക്കൾ ഒരു കൺട്രോളിലല്ല, മാതാപിതാക്കളുടെ കൺട്രോളിലല്ല. അവർ എല്ലാം വിരൽത്തുമ്പിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് പല മോശം കാര്യങ്ങളും പലരുടെ ലൈഫിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നേരെ മാർഗത്തിലോട്ട് നയിച്ചാൽ മാത്രമാണ് നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇന്ന് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കായിട്ടാണ് പലർക്കും മാറിയിരിക്കുന്നത്. കാരണം നിയമം മാറി. ഇപ്പം അധ്യാപകർക്ക് കുട്ടികളെ തല്ലാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലോട്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ ഇന്ന് പല കുട്ടികളും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പല എഡ്യൂക്കേഷൻ സ്ഥാപനമായാലും അവിടുത്തെ പിള്ളേർ എന്തെങ്കിലും ചീത്തപ്പേര് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ മാധ്യമങ്ങളിൽ പോലും പറയാതെ അതിനുവേണ്ടി പണം നൽകി അത് മാറ്റുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുട്ടികൾ തെറ്റിലോട്ട് തന്നെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന തിന്മകൾ വീണ്ടും കൂടുകയുള്ളൂ. അപ്പോൾ ആ ഒരു സിസ്റ്റം മാറണമെങ്കിൽ മാതാപിതാക്കൾ മക്കളെ നല്ലോണം ശ്രദ്ധിക്കണം, അവരുടെ ലൈഫ് മാറ്റിയെടുക്കണം, അവർക്ക് നല്ല നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ പണ്ടത്തെ ഒരു അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന മൂല്യങ്ങൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചാൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് നല്ല എഡ്യൂക്കേഷനിൽ കുട്ടികൾ വളരുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.